മദ്യനയ അഴിമതി കേസിൽ ഇഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി തിങ്കളാഴ്ച വാദം കേൾക്കും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കെജ്രിവാളിന്റെ ഹർജി ദില്ലി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ശരത് കെ ശശി നൽകും വിവരങ്ങൾ. ശരത്ത്, ഇഡിയുടെ വാദങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള നിലപാടായിരുന്നു ഹൈക്കോടതി സ്വീകരിച്ചത്. കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ സുപ്രീം കോടതിയിലെ അപ്പീൽ എന്നതും. തിങ്കളാഴ്ച ഇത് പരിഗണിക്കുന്നത് എത്രത്തോളം നിർണായകമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്? വിനീത, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകമാണ്. കഴിഞ്ഞ 10-ാം തീയതിയായിരുന്നു ദില്ലി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി തള്ളിയത്. ഇത് ചോദ്യം ചെയ്താണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ അപ്പീൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ച ഘട്ടത്തിൽ കോടതി അത് പരിഗണിക്കാം എന്നതായിരുന്നു വ്യക്തമാക്കിയത്. ഏതായാലും അവധിക്ക് ശേഷം 4 ദിവസത്തെ അവധിക്ക് ശേഷം കോടതി ആദ്യത്തെ പ്രവൃത്തി ദിവസം തന്നെ ഈ ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുന്നത്. ഈ ഹർജിയിൽ പ്രധാനമായും കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിഭാഗത്തിൽ നിന്ന് മറച്ചുപിടിച്ച അവിശ്വസനീയമായ ഒരു രേഖയുണ്ട്. ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇത്തരത്തിൽ തനിക്കെതിരെ ഉത്തരവ് പാസാക്കിയത് എന്നതാണ് അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കമ്പനിയുടെ പരിധിയിൽപ്പെടുത്തിക്കൊണ്ട് PMLA നിയമം ബാധകമാക്കുക എന്ന ഒരു നിയമപരമായ പിഴവ് ഹൈക്കോടതി ഉത്തരവിലുണ്ട്. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നുള്ള കാര്യവും കെജ്രിവാളിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതടക്കമുള്ള നിയമപരമായ വാദങ്ങളാണ് ഈ ഹർജിയിലുള്ളത്. നാളെ തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗം കേൾക്കുന്നതിന് വേണ്ടി കോടതി സ്വാഭാവികമായി ഒരു നോട്ടീസ് അയക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നേരത്തെ 10-ാം തീയതി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിച്ച ഘട്ടത്തിൽ, അന്ന് വിധി പറഞ്ഞ ഘട്ടത്തിൽ ഗുരുതരമായ നിരീക്ഷണങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ടായിരുന്നു. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിലും അതുപോലെ തന്നെ മദ്യനയ അഴിമതിയുടെ ഗൂഢാലോചനയിലുമെല്ലാം അരവിന്ദ് കെജ്രിവാളിന് നേരിട്ട് പങ്കുണ്ട് എന്ന രീതിയിലായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ. അത്തരമൊരു പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്നത് ഈ കേസിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന ഒന്നായി മാറും. ശരി, ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്.